വീഡിയോയിലേക്ക് സ്വാഗതം. ചേച്ചി എന്താ ലോങ് വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചു കുറേ മെസ്സേജ് വരുന്നുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നമ്മുടെ ലോങ് വീഡിയോ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടൊരു ട്രിപ്പിന് പോയ വീഡിയോ ആണ് അവസാനം ഇട്ടത്. വാഗമണ്ണിൽ പോയ വീഡിയോ എന്താണ് അവസാനം ഇട്ടത്. പിന്നെ അന്ന് കരഞ്ഞാ നീ? അതെന്തിനാ കരഞ്ഞ? ഞാൻ മറന്നുപോയി. അവന് ഓർമ്മയുണ്ട് കേട്ടാ. ഞങ്ങൾ വാഗമണ്ണിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളച്ചാട്ടം ഇല്ല, അരുവിയില്ല, ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, അപ്പൊ വലിയ കാര്യത്തിൽ വെള്ളത്തിൽ കുളിക്കാനാന്നും പറഞ്ഞ് പോയതാണ്. എന്നിട്ട് വെള്ളച്ചാട്ടവും ഇല്ല, ഒന്നും ഇല്ലാണ്ടായി പോയി, വെറുതെ പോയി ഞങ്ങൾ വാഗമണ്ണി. അത് ഞാൻ മറന്നുപോയി. അവന് ഓർമ്മയുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് എറണാകുളത്തേക്കാണ്. അവിടെ വെള്ളത്തിൽ കളിക്കാൻ പോവാണ് കേട്ടോ. വെള്ളത്തിൽ കളിക്കാൻ പോവാണെന്ന് വെച്ചാൽ ഇതൊരു കുഞ്ഞു വ്ളോഗായിരിക്കും, പക്ഷെ നല്ല സൂപ്പർ വ്ളോഗാക്കാൻ ഞാൻ ശ്രമിക്കാം. എറണാകുളത്തപ്പം ഗ്രൗണ്ടില്ലേ, ആ ഗ്രൗണ്ടിൽ എന്തോ പരിപാടി വന്നിട്ടുണ്ട്. അത് എത്രാം തീയതി വരെ ഉണ്ടെന്നൊന്നും അറിയില്ല. അവിടെ പോയി നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. വൈകുന്നേരം 4 മണി തൊട്ടാണെന്ന് അറിയാം. ഇപ്പോൾ ഒരു 4:30 മണിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ. അപ്പോൾ കുഞ്ഞുമ്പര് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ മറ്റേ വെള്ളച്ചാട്ടം പോലത്തെ കൃത്രിമ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോണത്. നമുക്ക് പോയി നോക്കാവേ. അപ്പോൾ അതേ അച്ഛൻ കാറും കൊണ്ട് വന്നു കേട്ടോ. ഞങ്ങൾ നേരെ റോട്ടിലേക്ക് നടന്ന് അച്ഛൻ പുറകെ പയ്യെ വന്നേ. വിയർത്ത് കുളിച്ച് എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലേ എന്നാ ചൂടാണ്. ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ദേഷ്യം വന്ന പോലത്തെ ചൂട്. വീടിനകത്തും ചൂട്, പുറത്തേക്ക് ഇറങ്ങിയാലും ചൂട്. എൻ്റെ പൊന്നി, ഞങ്ങളുടെ ഫാൻ ആണെങ്കിൽ 2 റൂമിലെ ഫാൻ കംപ്ലൈന്റ് ആണ് കേട്ടോ. എന്നിട്ട് ചേട്ടൻ കൊണ്ടുപോയി നന്നാക്കാൻ കൊടുത്തേക്കാണേ. ഞാൻ പറയണായിരുന്നു നമുക്കൊരു AC മേടിക്കാം. AC-ക്കൊക്കെ എന്നാ വില എൻ്റെ പൊന്നി. ഇപ്പൊ എല്ലാ AC-ക്കൊക്കെ വില കൂടി. 1000 രൂപക്ക് എന്നെ കൂടെ പറയണ്ട പോടാ. 1000-200 ഒരു AC-ക്ക്. 200,000 കാറിൻ്റെ അകത്ത് AC ഇട്ടാൽ നല്ല സൂപ്പർ ആയിരിക്കും. പക്ഷെ കാറിൻ്റെ അകത്ത് AC ഇട്ടിട്ടൊന്നും ഒരു ഇതില്ലല്ലേ. AC-ക്കൊക്കെ ഒരു പരിധി ഇല്ല ഇപ്പോഴത്തെ ചൂട് കാരണേ. AC-ക്കൊന്നും ഒരു രക്ഷയില്ല. അപ്പൊ അതേ വിയർത്ത് കുളിച്ച് എൻ്റെ ഫേസിലാണെങ്കിൽ ഞാൻ ഒരു പൗഡർ പോലും, ഞങ്ങൾ 3 പേരും ഒരു പൗഡർ പോലും ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ. വെറുതെ എന്തിനാ ഇട്ടിട്ട് വിയർത്ത് കുളിച്ച് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഇട്ടിട്ടില്ല. വിയർക്കും. കുഞ്ഞപ്പം കുളിച്ചിട്ട് വരുമ്പോ തന്നെ 1 മിനിറ്റിനുള്ളിൽ വിയർക്കും. അതാണ് അവൻ പറഞ്ഞത്. സത്യമാണ് കേട്ടാ. ബാത്റൂമിൽ നിന്ന് കുഞ്ഞപ്പനെ കുളിപ്പിച്ച് ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുമ്പോ തന്നെ അവൻ വിയർത്തിരിപ്പുണ്ടാവും. ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് കുളിക്കണത്. ഓരോ വർഷം കൂടുന്തോറും ചൂട് ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. ഇനി അടുത്ത വർഷം ഇതിന്റെ ഡബിൾ ആയിരിക്കും ചൂട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചോണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കുളിച്ചോണ്ടിരിക്കുക. കുഞ്ഞപ്പൻ ബാത്റൂമിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കും. അവന് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റണ ശരീരമല്ല, ഭയങ്കര വിയർപ്പാണ്. അപ്പൊ ഈ സമയത്താണ് ചിക്കൻ ബോക്സ്, പിന്നെ എന്താ കണ്ണി സൂക്കേട് എന്നൊക്കെ പറയില്ലേ, കണ്ണ് ചുവന്നു തന്നെ അസുഖം, അങ്ങനെ പല അസുഖം വരുന്നത് ഈ ചൂട് സമയത്താണ്. അതുകൊണ്ട് എല്ലാവരും നിറച്ച് വെള്ളം കുടിക്കുക, എപ്പോഴും ഇങ്ങനെ തണുത്തിരിക്കുക, നമ്മുടെ ശരീരം എപ്പോഴും തണുപ്പിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചൂട് കൂടിയാൽ പല അസുഖങ്ങൾ വരും. അയ്യോ പറഞ്ഞു പൊന്നി. ഞങ്ങൾക്കൊരു കുഞ്ഞു ഫാനുണ്ട്. ആ ഫാനില് ഞങ്ങൾ പോയി നിന്നാ നല്ല തണുപ്പായിരിക്കും. അതായത് ചേട്ടൻ ഹോളിൽ ജനലെ കൊണ്ടുവന്ന് ഒരു ഫാൻ കെട്ടിവെച്ചിട്ടുണ്ടേ. കുഞ്ഞു ഫാനില്ലേ, ടേബിൾ ഫാൻ. അത് ഹോളിൽ ജനലെ കെട്ടിവെച്ചിട്ടുണ്ടേ. അപ്പൊ ഇവൻ കുളിച്ചിട്ട് നേരെ വന്ന് സോഫയിൽ ഇരുന്നിട്ട് ആ ഫാനും ഇട്ടോണ്ടായിരിക്കണത്. ഫുൾ ടൈം സോഫയിൽ ആ ഫാനും ഇട്ടോണ്ടിരിക്കും. അതാണ് അവനാ പറഞ്ഞത്. ഈ ഒരു ചേട്ടൻ ചീരയും കൊണ്ട് പോകണം നോക്കി, കാലുകൊണ്ട് തടുത്ത് വെച്ചോണ്ട് പോകണം. പാവം കുഞ്ഞപ്പോൾ നല്ലോണം ഉറങ്ങിപ്പോയി കേട്ടോ കാറ്റ് കൊണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ഓർത്തവൻ ഉറങ്ങട്ടെ, അവിടെ ചെല്ലുമ്പോൾ വിളിക്കാന്നേ. അങ്ങനെ എറണാകുളത്തപ്പം ഗ്രൗണ്ട് വരെ നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ട്. പാർക്കിങ്ങിൽ കാറ് നിരനിരയായിട്ട് കിടക്കുന്നത് നോക്കിക്കേ. 1 മണിക്കൂറത്തേക്ക് കാർ അവിടെ പാർക്ക് ചെയ്യാൻ 30 രൂപയാണ്. അപ്പം നമ്മൾ 2 മണിക്കൂറത്തേക്ക് പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 60 രൂപ കൊടുത്തേ. ഇതാണ് ദർബാർ ഹോൾ. അതിൻ്റെ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കിയേ. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെയും കളിക്കുന്നുണ്ട്. പല കളികൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ. അപ്പോൾ കുഞ്ഞപ്പനെ ഞാൻ ഒരു വിധത്തിൽ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചപ്പോൾ അവൻ ഓടിപ്പോയി അവിടെ ഇരുന്ന് കുറച്ചു നേരം കുഞ്ഞു പിള്ളേരെ കളി കണ്ട്. അവന് നല്ല കൊതി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കളിക്കണമെന്ന്. പിന്നെ സമയമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ പോയി. അങ്ങനെ ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ ടിക്കറ്റിന്റെ വില. 5 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് എടുക്കണം. അപ്പോൾ കുഞ്ഞപ്പന് 6 വയസ്സായില്ലേ, അതുകൊണ്ട് അവനും എടുത്തു. അങ്ങനെ 3 പേർക്ക് 150 രൂപ വെച്ച് 3 ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നേരെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ കാഴ്ചകളാണ്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ വണ്ട്, പാറ്റ, ചിത്രശലഭം, പിന്നെ തേള്, പച്ചക്കുതിര, അതിൻ്റെയൊക്കെ ഇങ്ങനെ നമുക്കത് തൊടാനോ അതിൻ്റെ അടുത്തേക്ക് പോകാനോ പാടില്ല. വെറുതെ ഡമ്മി പിള്ളേർക്ക് കാണാൻ ഒരു രസത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണേ. അത് കഴിഞ്ഞത് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് പോകുമ്പോൾ ഹാർട്ടിന്റെ ഷേപ്പിൽ എന്തൊരു ഭംഗിയായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മുമ്പോട്ട് നടക്കുമ്പോഴാണ് ആദ്യത്തെ വാട്ടർഫാൾസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് മനുഷ്യനുണ്ടാക്കിയതാണ്, ഒറിജിനൽ അല്ല. മനസ്സിലായില്ലേ? നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടമില്ലേ, കാനഡയിൽ ആണ് നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് എനിക്ക് തോന്നണതേ.
അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡ്യൂപ്പ് സാധനം, പക്ഷെ നമുക്ക് ഒറിജിനലായിട്ട് തോന്നും. അതിൻ്റെ അതേ ഒരു ഫീൽ, വെള്ളച്ചാട്ടത്തിൻ്റെ അതേ ഒരു ഫീൽ നമുക്ക് കിട്ടും. സത്യം പറയാം, ഞാൻ കുറേ റീൽസും വീഡിയോ ഒക്കെ കണ്ട് ചെന്നപ്പോഴത്തേക്കും വലിയ ഗുമ്മുണ്ടാകൂല, നമ്മളെ പറ്റിക്കാനായിരിക്കും എന്നൊരു രീതിയിലാണ് ചെന്നത്. പക്ഷെ അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടിട്ട് കുഞ്ഞപ്പനോട് സംസാരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, വാ നമുക്ക് അവിടെ കയറി നിന്ന് നോക്കാം, അത് ഫീൽ ചെയ്യണമല്ലോ. ഒന്നും പറയാനില്ല, ഇത്ര അടിപൊളിയാന്ന് ഞാൻ വിചാരിച്ചില്ലേ. അത് നമ്മുടെ മേത്തേക്ക് കാറ്റ്, തണുത്ത കാറ്റ് ഇങ്ങനെ നമുക്ക് വീശിക്കൊണ്ടിരിക്കും. ഈ ചൂടത്ത് എന്തൊരു ആശ്വാസമാണെന്ന് അറിയാമോ അവിടെ പോയി നിൽക്കാൻ. നമുക്ക് വെള്ളത്തിൽ തൊടാനും അങ്ങോട്ട് പോകാനും നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, പക്ഷെ നമുക്ക് അവിടെ കുറച്ച് നേരം നിൽക്കാം. പിന്നെ ഈ ബോട്ടിൻ്റെ മുകളിൽ കയറുന്ന ഫോട്ടോ എടുക്കാം. കുഞ്ഞപ്പൻ്റെ സബ്സ്ക്രൈബേഴ്സ് മക്കൾ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുമായിരുന്നേ. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഓടിക്കാൻ ഒരു ജീപ്പുണ്ട്, അവനത് ഒരു കുഞ്ഞു ആവേണം, അവനത് ആക്സിലേറ്റർ പിടിച്ച് വന്നപ്പോൾ അവൻ്റെ കയ്യിലിരുന്നെന്ന് തോന്നുന്നു, അത് പറഞ്ഞു പോയെന്ന് തോന്നുന്നു. പിന്നെ 2 ഒട്ടകം ഉണ്ട് അവിടെ, വലിയ ഒട്ടകം, ഒറിജിനൽ അല്ലാട്ടോ, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒന്നും അവിടെ ഒറിജിനൽ ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. തൊട്ടപ്പുറത്ത് വേറൊരു വെള്ളച്ചാട്ടമുണ്ട്, ഈ വെള്ളച്ചാട്ടം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു റെഡ് ലൈൻ ഉണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ. ആ റെഡ് ലൈനിൻ്റെ മുകളിലേക്ക് കുട്ടികൾ കയറാൻ പാടില്ല, രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെഡ് ലൈൻ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ കണ്ട ഒരു റിബൺ പോലെ കെട്ടിവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ആ പിള്ളേർ ആ റെഡ് ലൈനിൻ്റെ താഴെ വരെ മാത്രം നിൽക്കാവുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് കയറാൻ പാടില്ല. കാരണം എങ്ങാനും പിള്ളേർ തീറ്റി താഴത്തോട്ട് വീണാൽ ചിലപ്പോൾ അപകടമായിരിക്കും. അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ വെള്ളച്ചാട്ടം നമ്മുടെ നേരെ തലേ വന്ന് വെള്ളം വീഴും. ഇതങ്ങനെ തലേ വന്ന് വീഴില്ല, അതിങ്ങനെ എന്താ പറയുക, അതിനോട് ചേർന്ന് ഒഴുകി പോവുകയാണ്. കണ്ട, പിള്ളേരുടെ തലയിലുള്ളൊന്നും വെള്ളം വീഴില്ല. വെറുതെ അവിടെ ഇരിക്കാന്നുള്ള, വെള്ളത്തിൽ വെറുതെ ഇരിക്കാം, കുളിക്കാനൊന്നും പറ്റില്ല. കുളിക്കെന്ന് വെച്ചാൽ പിള്ളേരിങ്ങനെ കിടന്നാൽ തലയിൽ വീഴും. കണ്ട, അവരിങ്ങനെ കിടക്കുന്നുണ്ട, കിടക്കുവാണെങ്കിൽ തലയിലേക്ക് വീഴും, അല്ലാണ്ട് തലയിൽ വീഴില്ല. നമുക്ക് വെറുതെ അവിടെ ഇരിക്കാന്നേ ഉള്ളൂ. അപ്പോൾ വലിയ ആൾക്കാരൊന്നും വെള്ളത്തിൽ കളിക്കില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞു പിള്ളേരെയാണ് കളിപ്പിക്കുന്നത് എല്ലാവരും. അപ്പോൾ കുഞ്ഞപ്പന് ഞാൻ ഡ്രസ്സ് ഉള്ളിൽ ബനിയനും ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഡ്രസ്സ് ഊരി മാറ്റി വെച്ചിട്ട് ആ ബനിയൻ ഇട്ട് കളിപ്പിച്ച്. കണ്ട, എല്ലാവരും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം എറിഞ്ഞ് കളിക്കുകയാണ്. കുഞ്ഞപ്പൻ്റെ സബ്സ്ക്രൈബേഴ്സ് മക്കളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നേ. അങ്ങനെ അവൻ കളിച്ച് കുളിച്ച് ആകെ നനഞ്ഞ് അവനെ ഒരു തോർത്ത് കൊണ്ടുപോകണം കേട്ടോ. അങ്ങോട്ട് പോകണവർ എന്താണെങ്കിലും ഒരു തോർത്ത് കൊണ്ടുപോകണം. മൊത്തത്തിൽ ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ തോർത്തും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. തോർത്തി കുഞ്ഞപ്പൻ്റെ ബനിയനും അതും എല്ലാം ഊരി വെച്ച്, അത് കഴിഞ്ഞ് ഇതേ ഷർട്ടും ജീൻസൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുപ്പായിരുന്നു കേട്ടോ. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. സന്ധ്യ ആയപ്പോൾ ഇരുട്ടായി കഴിഞ്ഞപ്പോൾ അവിടെ കുറേ എൻ്റെ പോലെ അവിടെ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. പാട്ടെന്ന് പറഞ്ഞാൽ നല്ല കിടിലം പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും വീഡിയോ ഒക്കെ. അപ്പോൾ പിള്ളേർ ആ പാട്ടും കേട്ടാണ് അവിടെ കിടന്ന് തുള്ളണത്. അവിടെ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ട്, പോപ്കോണൊക്കെ ഉണ്ട്. നമുക്ക് പിള്ളേർ കളിയും കുളി എല്ലാം കഴിഞ്ഞ ആശ്വാസമായിട്ട് അതൊക്കെ പോയി വാങ്ങിച്ചു തിന്നാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ഇതാണ്, എന്തടിപൊളിയാണെന്നാ. മൊത്തം മറ്റേ DJ ലൈറ്റ്സ് ഒക്കെ ഇട്ട് രാത്രി ആകുമ്പോൾ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. ശരിക്കും ഇരുട്ടത്താണ് ഭംഗി, രാത്രിയാണ് ഭംഗി. അപ്പോൾ ഞങ്ങളിതേ സ്ട്രോബെറി, എൻ്റെ പൊന്നെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം നിങ്ങളാരും മേടിച്ച് കഴിക്കല്ലേ, എന്തൊരു ചീത്ത ചൊവ്വയാണ് ഈ ബട്ടർ സ്കോച്ചിന്. എന്തോ മധുരമുള്ള എന്തോ ഒരു സാധനം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, ഈ ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ ചവച്ച് തിന്നാൻ ഭയങ്കര വൃത്തികെട്ട ചൊവ്വ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കുഞ്ഞുമക്കൾ, എന്തോരം പേരാ. കാരണം ഉണ്ടല്ലോ, ഈ 2 മാസം വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി എല്ലാവരും കൂടുതലും ഇങ്ങോട്ടാണ് വന്നത്. പിന്നെ അതെ അവിടെ DJ പരിപാടി നടത്താൻ വേണ്ടി ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും വലിയവർക്കും എല്ലാവർക്കും കയറി അവിടെ ഡാൻസ് കളിക്കാം, കാരണം അവിടെ പാട്ടിട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ കുറേ കുട്ടികൾ അവിടെ കയറി കളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞപ്പന് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് മക്കൾ 2-3 പേര് അവിടെ കുഞ്ഞപ്പനോട് മിണ്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പറയടാ നിങ്ങളും കൂടി കയറടാ, എല്ലാവരും കൂടി കളിക്കടാന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവർ ഇച്ചിരി വലിയ പിള്ളേർ, അവർക്ക് നാണം കൊണ്ട് വയ്യ കേട്ടോ. കുഞ്ഞപ്പൻ അതേ പെൺപിള്ളേരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ കിടന്ന് നല്ല തുള്ളലായിരുന്നേ. അവരാണെങ്കിൽ നോക്കിക്കേ സൈഡിലേക്ക് മാറി ഒളിച്ച് നിൽക്കണ നോക്കിക്കേ, എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, കളിക്കാണ്ട്. എടാ നീ കളിക്കടാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കുഞ്ഞപ്പൻ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞ് അവരും ഇറങ്ങി, കുഞ്ഞപ്പനും ഇറങ്ങി. അടുത്ത മാസം ഒരു പകുതി വരെ എന്തോ ഉള്ളു കേട്ടോ ഈ പരിപാടി. അടുത്ത മാസം ഫുള്ളില്ല, 11ഓ 15ഓ അങ്ങനെ എന്തോ വരെ ഉള്ളു, കറക്റ്റ് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് പോകണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോവുക, അടിപൊളിയാണ്, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അത് കഴിഞ്ഞതേ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ട് തീർന്നില്ല, 2 വെള്ളച്ചാട്ടം ഉണ്ട്, അതുകൊണ്ട് തീർന്നില്ല. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ പിന്നെ എക്സിബിഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെല്ലാ എക്സിബിഷനിലും കാണുന്ന പോലെ തന്നെ അലമാരി, പിന്നെ കട്ടില്, ബെഡ്, അത് ഇത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സോഫ, അതെല്ലാം ഉണ്ട് കേട്ടോ.
അപ്പോൾ ഈ സോഫയ്ക്ക് എക്സ്ചേഞ്ച് ഓഫറൊക്കെ ഉണ്ടെന്ന് ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ ഏറ്റവും പഴയ സോഫയാണെങ്കിലും അവരെടുക്കും. ആ പഴയ സോഫ കൊടുത്താൽ എന്തോ 20,000 രൂപ അവർ കുറച്ച് തരും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് പുതിയ സോഫ തരും അത്രേ. നമ്മുടെ കയ്യിലുള്ള പഴയ സോഫ കൊടുത്തിട്ട് 20,000 രൂപ കുറച്ച് തരും, എന്നിട്ട് പുതിയ സോഫ തരും. അപ്പോൾ ആ പുതിയ സോഫയ്ക്ക് 49,500 രൂപ എന്തോ ആണ്, അങ്ങനെ എന്തോ ആണ് വില പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞതേ കുറേ കമ്മല്, മാല, കുറേ ചെരുപ്പ്, വള, ഒരുപാട് എക്സിബിഷൻ. അറിയാലോ, എക്സിബിഷൻ ആകുമ്പോൾ ഇല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. ഇതേ പലതരം അച്ചാറുകൾ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നും ഇല്ല കേട്ടോ, വെറുതെ എല്ലാം കണ്ടു നടന്നു. കാരണം ഇതുപോലെ പല സ്ഥലത്തും പോയിട്ട് ഒരുപാട് എക്സിബിഷൻ കണ്ട് മതിയായി. അപ്പോൾ കുറേ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ അതിൽ കയറണമെന്നും പറഞ്ഞാണ് ചെന്നത്. പിന്നെ ഞാൻ പറയടാ, ഈ തല കറങ്ങണ സാധനത്തിലൊന്നും കയറണ്ട കുഞ്ഞേ എന്ന് പറഞ്ഞു. എനിക്ക് ഈ സാധനമൊക്കെ കാണുന്നതേ എനിക്ക് പേടിയാണ്, ഞാനിതിലൊന്നും കയറത്തില്ല, അവനെ കയറ്റത്തുമില്ല കേട്ടോ. അപ്പോൾ അവസാനം ഈ ഒരു ബോളില്ലേ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതാവുമ്പോഴത്തേക്കും വേറെ കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്ക് സേഫായിട്ട് കളിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ആ ബോള് കളിക്കുന്ന അവിടെ കയറ്റി അവനെ. അപ്പോൾ എല്ലാം നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം, ടിക്കറ്റ് എടുക്കണം, എന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഈ 150 രൂപ നമ്മൾ അവിടെ കയറുന്ന ടിക്കറ്റ് കൂടാണ്ട് കുട്ടികളെ കളിപ്പിക്കാൻ ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ കയറുമ്പോൾ നമ്മൾ വേറെ പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. 50 രൂപ, 60 രൂപ, 80 രൂപ, അങ്ങനെ പല പൈസ കൊടുക്കണം. ഈ ബോള് കളിക്കുന്ന ആ ഒരു സെറ്റപ്പ് എത്ര രൂപയായിരുന്നെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ ദേ അവിടെയൊക്കെ വേറെ പൈസയാണ് എല്ലാത്തിനും. പിന്നെ ഈ എക്സിബിഷനിൽ കാണുന്ന സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഞാനിപ്പോൾ കാണിച്ചില്ലേ, അതൊക്കെ നമ്മൾ മേടിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം പൈസയാവും. അപ്പം മൊത്തത്തിൽ അവിടെ കയറി ഇറങ്ങുമ്പോൾ അത്യാവശ്യം പൈസ പൊടിയുമെന്നർത്ഥം. കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ കളിച്ചു കഴിഞ്ഞപ്പോൾ ഒരുമാതിരി വിയർത്ത് കുളിച്ച് മറ്റേ ബക്കറ്റ് മുക്കിയ പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത്രയും വിയർപ്പാണ് അവന്. പിന്നെ ഇപ്പോഴത്തെ ചൂടും കൂടി ആയിട്ട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഇതേ പോകുന്ന വഴി കഴിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, കപ്പലണ്ടി അത് ഇത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിലും നല്ല കച്ചവടം. അവിടെ കുറേ ഫാനൊക്കെ വിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കുഞ്ഞു ഫാനിന് 150 രൂപയും വലിയ ഫാനിന് 180 രൂപയെന്ന് ഒരു ചേട്ടൻ പറഞ്ഞു. തൊട്ടപ്പുറത്ത് ഈ കുഞ്ഞു ഫാനില്ലേ, നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഫാൻ. അപ്പോൾ വേറൊരു ചേട്ടൻ പറഞ്ഞ് ചെറുതിന് 150, വലുതിന് 200 എന്ന്. അപ്പോൾ അവർ പല വില പറയും. നമുക്ക് പറഞ്ഞ് വില പേശി വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഞാൻ ഓർത്തു, നമ്മൾ വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം ഫാൻ ഇട്ടുകൊണ്ടിരിക്കും, ഒറിജിനൽ ഫാൻ. പുറത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ചെറിയ ഫാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കൂലല്ലോ. പിന്നെ വാങ്ങിച്ചിട്ട് എന്തിനാന്ന് ഓർത്ത് പിന്നെ വാങ്ങിച്ചില്ല. അങ്ങനെ നേരെ നമ്മുടെ ദർബാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അപ്പോൾ അവിടെ പിള്ളേരും ആരും ഇല്ല കേട്ടോ, എല്ലാവരും പോയി. ആ വൈകുന്നേര സമയത്താണ് എല്ലാവരും കളിക്കുന്നത്, രാത്രിയായപ്പോൾ ആരും ഇല്ല. അങ്ങനെ കാറെടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് വയ്യ, കാരണം ഭയങ്കര ചൂടല്ലേ, മഴയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചെറുതായിട്ട് മഴ പൊടിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴി ഇതേ ഒരു സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ മോമോസ് മതിയെന്ന് പറഞ്ഞിട്ട് ഫ്രൈഡ് മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ദോശ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ തന്നെ വേഗം കിട്ടി. ഞാൻ മസാല ദോശയാണ് കേട്ടോ കഴിച്ചത്. അച്ഛനും മോനും ഓർഡർ ചെയ്ത സാധനം കിട്ടാൻ കുറച്ച് ലേറ്റായി. കുഞ്ഞപ്പൻ്റെ മോമോസ് പിന്നെയും പെട്ടെന്ന് കിട്ടി. ചേട്ടൻ്റെ എന്തെന്നായിരുന്നു, ഷവർമ്മയാണ് ചേട്ടൻ പറഞ്ഞത്. അത് കിട്ടാൻ നല്ലോണം, കാരണം ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു ഷവർമ്മക്ക്. നല്ല ചൂട് ഷവർമ്മയായിരുന്നേ, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഷവർമ്മയ്ക്ക്. അപ്പോൾ ചേട്ടൻ ക്ഷമയോടുകൂടി കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ആ ഷവർമ്മ കിട്ടിയത്. പിന്നെ അവിടെ ഇരുന്നിട്ട് നല്ല കാറ്റോ, ഒരു പാർക്കിൻ്റെ ഏരിയയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത്. അതിൻ്റെ ചേട്ടൻ ഒരു വായ എനിക്ക് തന്നു, എടി ടേസ്റ്റ് നോക്കടി എന്ന് പറഞ്ഞിട്ട് ഷവർമ്മ എനിക്ക് തന്നു. അപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. എൻ്റെ പൊന്നെ, മഴയെന്നൊക്കെ പറഞ്ഞപ്പോൾ വെറുതെ ജിൽ ജിഗാ മഴ. ചെറിയൊരു മഴ തൂവിയായിരുന്നല്ലോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, കോരിച്ചൊരിയുന്ന മഴയായിരുന്നേ. ഞങ്ങൾ കുറേ നനയൊക്കെ ചെയ്ത് കേട്ടോ. പിന്നെ മഴ മാറിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അതുപോലെ അവിടെ പോകണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോവുക. അടുത്ത മാസം പകുതി വരെ കണ്ടേ ഉള്ളൂ.